ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന സിനിമയുടെ പേര് ചിത്തിനി എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ഹൊറർ സിനിമയെ കുറിച്ചാണ് കേട്ടോ. ഈ സിനിമയുടെ സംവിധായകൻ ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ്. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് മറ്റേ അമിത് ചക്കാലക്കൽ, വിനയ് ഫോർട്ട്, പിന്നെ മുകീഷ, സുധീഷ്, അങ്ങനെ ഒരുവിധം നല്ല നല്ല എന്താ പറയുക, അഭിനേതാക്കളൊക്കെ ഉള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സിനിമയാണ് ചിത്തിനി എന്ന് പറയുന്ന ഈ ഒരു ഹൊറർ മൂവി. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 2.5 മണിക്കൂർ ഈ സിനിമ ഇരുന്ന് കണ്ടു. 2.5 മണിക്കൂർ തൊട്ടോ ഈ സിനിമ. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിച്ച കുറേ സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ടീച്ചറും ഡയലോഗൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഭയങ്കരമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്നും കിട്ടാത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച സാധനങ്ങളൊന്നും നമുക്ക് കിട്ടാണ്ടാകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമൊക്കെ ഈ സിനിമ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു. സുഗോസ് വിജയൻ എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ എടുത്തത് എന്ന് വരെ നമുക്ക് ആലോചിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. അതായത് ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഒരു പൂജാരിനെ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഹോമം ചെയ്യുന്ന ഒരാളും കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു പള്ളിയിലച്ഛനെ കാണിക്കുന്നുണ്ട്. മൂപ്പര് ഒരു ചിത്തിനി എന്ന് പറയുന്ന പ്രേതത്തിനെ തളക്കാൻ വേണ്ടി പോവുകയാണ്. അത് പോകുന്ന പകുതിക്ക് വെച്ചിട്ട് ആ സംഭവം മാറുന്നു. തളക്കാൻ സീനൊന്നും കാണിക്കുന്നില്ല. അത് കഴിഞ്ഞൊരു 23 വർഷങ്ങൾക്ക് ശേഷം ഈ പൂജ ചെയ്യുന്ന ആളുടെ മകൾ ഒരു ആള് സ്നേഹിക്കുന്നു. ആള് കല്യാണം കഴിച്ച് അവര് എന്താ പറയാ, വേറെ ആയി പോകുന്നുണ്ട്. ഇയാളാണെന്നുണ്ടെങ്കിൽ ഇതിലെ നായകനാണ്. നായകൻ നമ്മുടെ അമിത് ചക്കാലക്കൽ, അങ്ങനെ എന്തുകൊണ്ട്. അങ്ങനെ അങ്ങേക്ക് ഈ സ്റ്റേഷൻ പരിധിയിൽ നിന്നൊരു ട്രാൻസ്ഫർ കിട്ടിയിട്ട് പോകുന്നത് ഈ ചിത്തിനെ, ഈ പ്രേതമുള്ള ഈ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളും ഒക്കെയാണ് സിനിമയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഹൊറർ സീനുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷേ ഒരു മാങ്ങാത്തൊലിയും ഈ സിനിമയിൽ കാണിക്കുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഓരോ സീൻ കഴിയുമ്പോൾ അടുത്തത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഇതിൽ വരിയായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഇത് കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അങ്ങനെ അവിടെ വന്നിട്ട് എന്താ പറയുക, സ്റ്റേഷനിൽ ചാർജ് എടുത്ത അന്ന് തന്നെ ഒരു കൊലപാതകത്തിൽ, അതായത് ഒരു കൊലപാതകം ഉണ്ടാവുന്നുണ്ട്. അയ്യോ, കൊലപാതകത്തിന്റെ സീൻ പറഞ്ഞ് ഞെട്ടിപ്പോവും. ഒരു പെണ്ണിനെ കൊന്നിട്ട് കെട്ടിത്തൂക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു യമണ്ടൻ വലിയ ഒരു മരത്തിന്റെ മേലെ എങ്ങനെയാണ് അത് കെട്ടിത്തൂക്കിയെന്ന് അതിനൊന്നും ഇവിടെ പ്രസക്തി ഇല്ല കേട്ടോ. അങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുള്ള ഒരു ശവം അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മണികണ്ഠനാണെന്ന് തോന്നുന്നു അങ്ങനെ പേര്, അങ്ങേര് വരുന്നുണ്ട്. അങ്ങേര് വന്നിട്ട് ഈ ശവത്തിനേറ്റ് പോകുമ്പോൾ ശവം എണീറ്റ് നിന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് അവനെ ഏത് വഴിക്ക് കൊണ്ടുവന്നു, അതൊന്നും കാണിക്കുന്നില്ല. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വെറുതെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് ശേഷം അവിടെ പിന്നീട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതൊക്കെ ഉണ്ടാവുന്നത് ചിത്തിനിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ചിത്തിനി ആരാണെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അന്വേഷിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഈ പ്രേതത്തിന്റെ സീനുകളൊക്കെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനൊക്കെ മാറിയിട്ട് ഇതിലൊരു രമണ്ടൻ പ്രേതമാണ് കേട്ടോ. പ്രേതത്തിനെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, നല്ലൊരു മുഞ്ചിലുള്ള പ്രേതം. യേക്ഷിപ്പല്ല, നല്ലൊരു മോഡേൺ ആയിട്ടുള്ള ഒരു പ്രേതം. അപ്പോൾ ആ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരൊക്കെയാണ് സുധീഷ്, അതുപോലുള്ള കുറച്ച് അഭിനേതാക്കളൊക്കെ സിനിമയിൽ ഉണ്ട്. അങ്ങനെ എന്താ പറയേണ്ടത്, ഈ ഒരു ചിത്തിനി എങ്ങനെയാണ് മരിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി ലാസ്റ്റ് ഈ ചിത്തിനി മരിക്കുന്ന സാഹചര്യം അവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നു. അതിന് മുന്നേ ഇവന് ഞാൻ ആദ്യം പറഞ്ഞ അച്ഛനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ ദേവദൂതനിൽ മോഹൻലാലൂടെ അച്ഛനെ കാണാൻ വേണ്ടി പോകുന്നില്ല, അതുപോലെ ഇവൻ പോകുന്നുണ്ട്. അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവള് മരിക്കാനുള്ള സാഹചര്യം വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം. അതായത് ഇവളൊരു നായികയാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സിനിമാരിയാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് സുധീഷിന്റെ പോലീസ് ക്യാരക്ടർ അതിന് മുന്നേ ഒരു സംവിധായകനാവാൻ വേണ്ടി വിചാരിച്ചതായിരിക്കും. അപ്പൊ അങ്ങേർക്ക് സിനിമയുടെ ലാസ്റ്റ് സീൻ എടുക്കുന്ന സമയത്ത് ആ ഒരു നായിക കഥാപാത്രം വരുന്നില്ല. അപ്പൊ നായിക കഥാപാത്രത്തിന്റെ സീൻ എന്ന് പറഞ്ഞാല് ആത്മഹത്യ ചെയ്യുന്നൊരു സീനാണ്. അപ്പോൾ ആ ഒരു സീൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ചിത്തിനി എന്ന് പറയുന്ന പെണ്ണിനെ തിരഞ്ഞെടുക്കുകയും, ആ പെണ്ണിനാണെങ്കിൽ ഇതുപോലെ അഭിനയിക്കാനൊന്നും പറ്റുന്നില്ല. ലാസ്റ്റ് ഒറിജിനലായിട്ട് തന്നെ അത് തട്ടും. അതിന് വേറൊരു ചങ്ങായും കൂട്ടു നിൽക്കുന്നുണ്ട്. നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിലൊരു വില്ലനില്ല, അങ്ങേരും കൂട്ടു നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവമാണ് റീക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ചെയ്യുന്നത്. അങ്ങനെ ഈ ചിത്തിനി എന്ന് പറഞ്ഞ പ്രേതം ഈ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് വെച്ച് കൊല്ലുന്നു. അവൾ ശാന്തി കിടന്നു പോകുന്നു. എന്താല്ലേ, ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിനിമയല്ലേ അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, ഈ സിനിമ ഒരു ഹൊറർ സിനിമയുടെ രീതിയിലാണ് സംഭവം എടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക്
ഒരു സീനിൽ പോലും നമുക്ക് പേടി എടുത്തില്ല. വിനയ് ഫോർട്ടിനൊക്കെ കൊടുത്തിട്ടുണ്ട്. വിനയ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് ഹണ്ടറാണ്. അതായത് ഗോസ്റ്റ് ഒക്കെ എവിടെ ഉണ്ടെന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ട് മറ്റേ ചുവട്ടിലെ മറ്റു സാധനമൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ അന്വേഷിക്കുന്ന ഒരു സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങേർക്കൊന്നും പ്രത്യേകിച്ച് റോളൊന്നുമില്ല. വെറുതെ എന്തിനോ വേണ്ടിയിട്ട് ഓരോരുത്തരെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പ്രയത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടില്ല വരെ വേറെ എന്തെങ്കിലുമൊക്കെ വരും. അമ്മാതിരി രീതിയിലുള്ള പ്രയത്തിനൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അതിനെ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു സീനിനാ കാണിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടി വന്നിട്ട് ആകെപ്പാടെ വിറങ്ങലിക്കുന്ന സീനുകളൊക്കെയാണ്. അപ്പൊ ഇതുപോലുള്ള കുറെ സാധനങ്ങളാണ്. പിന്നെ പാട്ടുകളാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഒരു 5 കൈ കൊടുത്തില്ല. ഈ സുഗോസിന്റെ ഒക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് നല്ല 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 എന്തെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൊറർ സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമായിട്ട് ഒരു 40 മിനിറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വൃത്തി ഉണ്ടായിരുന്നേ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് വെറുതെ എന്തിനോ വേണ്ടി ഒരു സിനിമ എടുത്തു. അതിൽ വളരെയധികം സങ്കടമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇതൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തായിരുന്നു. ഒരു മാതിരി നമുക്ക് നല്ലൊരു ഫീല് കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് ഫീൽ കിട്ടും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനത്തെ ഒരു ഫീലേ സിനിമയ്ക്ക് കിട്ടിയില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചിത്നി എന്ന് പറയുന്ന ഈ പ്രേത സിനിമ കണ്ടപ്പോൾ എനിക്ക്, അതായത് ഈ ഹൊറർ സിനിമ കണ്ടപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും എനിക്ക് കമൻ്റ് ആയിട്ട് അറിയണം. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.